ഡോക്ടർ വേണുജി നായർ, ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊരു വാക്ക് നമ്മുടെ മുന്നിൽ വർഷങ്ങളായി ചർച്ചാ വിഷയമാണ്. പക്ഷേ ഈ കാലാവസ്ഥയുടേത് പൂർണ്ണമായും പിടികിട്ടാത്ത സ്വഭാവമായി മാറിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ ആഗോള താപനത്തിൻ്റെ പ്രശ്നം ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തെ ഒരു സിംഗിൾ ലൈറ്റ്നിങ് സ്റ്റോം പോലും ഭൂമിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാര്യം ഇത് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഏഷ്യൻ സമ്മർ മൺസൂൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു മൺസൂൺ പ്രക്രിയയുടെ നടുക്ക് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിൻ്റെ ഗേറ്റ് വേ ആണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളം പ്രത്യേകിച്ച് ജിയോളജിക്കലായിട്ടുള്ള ടൈം സ്കെയിലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിൽ നിന്ന് ഉയർന്നു വന്നൊരു പ്രദേശമാണ്. സോ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളം ഒരു എൻ്റയർ കേരള സ്റ്റേറ്റ് ഒരു വെറ്റ്ലാൻഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല നമ്മുടെ കിഴക്ക് വശത്ത് നമ്മൾ സഹ്യപർവ്വതം ഉണ്ടായിരുന്നു. ആ സഹ്യൻ ഏറ്റവും പഴയ മലനിരകളാണ്, അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. പടിഞ്ഞാറ് വശത്ത് അറബിക്കടൽ ഉണ്ടായിരുന്നു. അറബിക്കടൽ ഈ വന്നു വീഴുന്ന വെള്ളത്തെ സ്വീകരിക്കാൻ തയ്യാറുണ്ടായിരുന്നു. ഇതിന് രണ്ടിനും ഒരു മാറ്റം സംഭവിച്ചു. അതായത് ഇപ്പോൾ IPCC പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രം അതിൻ്റെ ശരാശരി മൂല്യത്തിൽ നിന്ന് 2 ഇരട്ടി ഉയർന്ന താപനിലയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറിയ അറേബ്യൻ സീ എന്ന് പറയുന്നത് 3 ഇരട്ടി താപനിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ട കാര്യമില്ല. കാര്യം ഈ 40 നദികളിൽ നിന്ന് വന്നു വീഴുന്ന വെള്ളം സ്വീകരിക്കേണ്ടത് കടലാണ്. കടൽ അത് സ്വീകരിച്ചില്ലെങ്കിൽ ഇത് ഇനൻഡേഷൻ ഈ 40 നദികളിലും ഉണ്ടാവും. അത് 2 സൈഡിലേക്കും വ്യാപിക്കും. പിന്നെ നമ്മൾ ആകാശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് അന്തരീക്ഷത്തിലുണ്ടാകുമ്പോൾ 7% വാട്ടർ വേപ്പർ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി അന്തരീക്ഷത്തിൽ കൂടുന്നത്. അത് ഈ കഴിഞ്ഞ ഒരു 70 വർഷത്തെ അല്ലെങ്കിൽ 80 വർഷത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1.5 ഡിഗ്രി അത് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു സൈഡിലെ കടൽ ഈ 30-35 സെൻറ്റിമീറ്ററോളം അറബിക്കടൽ ഉയരുന്നു. നമ്മുടെ കിഴക്കൻ പ്രദേശത്ത് പശ്ചിമഘട്ടം പയ്യെ വീണു തുടങ്ങിയിരിക്കുന്നു. മുകളിൽ ആകാശത്ത് ഈ പറഞ്ഞ അതിതീവ്ര മഴയല്ലാതെ കണ്ട് ഇനി ഒരു തരത്തിലുള്ള സാധാരണ മഴകൾ ഇനി പെയ്യുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യം 2013 നമ്മുടെ ആഗോള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ 400 ppm കടന്നുപോയത്. ഇപ്പോൾ കൃഷ്ണനായി നോക്കിയാൽ അറിയാൻ പറ്റും. ഈ 2013 ശേഷം ലോകത്താകമാനം ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥയിലുള്ള വ്യതിയാനം നോക്കി. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ആഗോള കാർബൺ ഇതെന്ന് പറയുന്നത് 430 ppm ആയി. ഈ കഴിഞ്ഞ 13 വർഷം കൊണ്ട്, അതായത് 13 ടു ഈ 26 13 വർഷം കൊണ്ട് 30 ppm കൂടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഇത് ആഗോള സയൻറ്റിസ്റ്റുകളെല്ലാം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പിടിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെട്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ 2075 നമ്മൾ കാർബൺ ന്യൂട്രൽ പദ്ധതികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇന്ത്യ മാത്രമല്ല, അതിനൊരു ബൗണ്ടറി ഇല്ല. ഓഷനെ സംബന്ധിച്ചൊരു ബൗണ്ടറി ഇല്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും സമഗ്രമായിട്ട് ചെയ്യണം. ഇപ്പോൾ അമേരിക്ക പോലുള്ള വൻ രാജ്യങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് മാറിക്കഴിഞ്ഞു. അപ്പം ഇത് ഏറ്റവും കൂടുതൽ കോൺസിക്വൻസ് അനുഭവിക്കാൻ പോകുന്നത് മൺസൂൺ റെജീമിൽ നിൽക്കുന്ന ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ നമ്മളൊക്കെ തന്നെയാണ്. അപ്പം ഇന്ത്യ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പട്ടികയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് ഇതിൽ നിൽക്കുന്ന ഏറ്റവും അത്യന്തമായ ഇത് ഗൗരവമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊങ്കൺ കോസ്റ്റ്, എൻ്റെ കന്യാകുമാരി തൊട്ട് മഹാരാഷ്ട്ര വരെയുള്ള കോസ്റ്റ് വളരെ വൾണറബിളാണ്. ഇപ്പം ഈ എല്ലാ മണിക്കൂറുകളിലും ഞാൻ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ തുടങ്ങി ഇപ്പോൾ ഇത്രയും നാളായി, ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഈ 2 മാസത്തിൽ 2 തവണയാണ് മൺസൂൺ ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഈ 2 തവണയും മൺസൂൺ ആക്റ്റീവായിട്ട് വന്നപ്പോൾ ഒരു പാരാമീറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ പാരാമീറ്ററും അതിനെ സപ്പോർട്ട് ചെയ്തു. ആ ഒരൊറ്റ പാരാമീറ്ററും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മളുടെ മൺസൂൺ എന്ന് പറയുന്നത് ഒരു 5-6 ദിവസം അതിശക്തമായ മഴയായിട്ട് നിന്നേനെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരു ദിവസം പെയ്തപ്പോൾ ഒരു 8 മണിക്കൂർ പെയ്തപ്പോൾ ഉള്ള അവസ്ഥ നമ്മൾ കാണുന്നു. ഈ ഒരു 3, 4, 5 ഒരു സ്പെല്ല് നിന്നിരുന്നെങ്കിൽ കേരളം ഇന്ന് നമുക്ക് ഊഹിക്കാം എന്ത് വരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് ഇനിയും വരാൻ പോകുന്ന മൺസൂൺ എല്ലാം തന്നെ അതിശക്തമായ ഒരു മുന്നറിയിപ്പായിരിക്കും. മാത്രമല്ല നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകും. കാര്യം നമുക്ക് കോസ്റ്റിൽ നിന്ന് സമ്മിറ്റ് റീജിയനിൽ നിന്ന് നമ്മുടെ കുന്നുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ വരും. ഗ്രാവിറ്റി ഫ്ലോ അതുപോലെയാണ്. ചപ്പാത്തിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സോ ഗ്രാവിറ്റി ഭയങ്കര ഇൻക്ലിനേഷനാണ് വെസ്റ്റേൺ ഗാട്ട്സിന് ഈ ഭാഗത്ത്. മാത്രമല്ല നമ്മുടെ മധ്യഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിൽ ലൈഫ് എന്തായാലും അതിനകത്ത് ഇൻവോൾവ് ആവും.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദുരന്ത നിവാരണ പദ്ധതികൾ എന്ന് പറയുന്നത് നമുക്കിനി ലൈഫ് സേവ് ചെയ്യുക എന്നുള്ള ഒറ്റ ഇതിൽ മാത്രമായിട്ടേ നിർത്താൻ പറ്റുള്ളൂ. ഫ്ലഡിങ് എന്തായാലും ഉണ്ടാകും. കാര്യം ലോകത്താകമാനം ഫ്ലഡിങ് നടക്കുന്നു. നമ്മളെ ഇനി ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇത് ഉയർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അത് അതീവ ഗുരുതരമായ ഒരു പട്ടികയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. IPCC ഒക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ട്രോപ്പിക്കൽ റീജിയൻ, ഓൾ ദ ട്രോപ്പിക്കൽ കൺട്രീസ് വിൽ ലൂസ് ഇറ്റ്സ് ബൗണ്ടറി ഡ്യൂ ടു ഫ്ലഡിങ് എന്നാണ് പറഞ്ഞത്. ലോക്കൽ ഫ്ലഡിങ് ഉണ്ടാവും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫ്ലഡിങ്ങുകൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മളൊരു മഹാപ്രളയം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ എർത്തിൻ്റെ ലിഥോസ്ഫിയർ, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് വന്നിരിക്കുന്നതുകൊണ്ട് പെർക്കുലേഷൻ, ഇൻഫിൽട്രേഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല. വന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ 70% സിംഹഭാവവും സർഫസ് റൺ ഓഫ് ആയിട്ടാണ് പോകുന്നത്. കടൽ അത് സ്വീകരിക്കുന്നതും കൂടില്ല എങ്കിൽ, കടലിൻ്റെ ഒരു താളമുണ്ട്, ആ താളത്തിനനുസരിച്ച് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഇത് സൈഡിലേക്ക് വ്യാപിക്കും.